നമ്മൾ ഭയത്തിലാണോ വിശ്വാസത്തിലാണോ ജീവിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഭയത്തിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്, വിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് അതിൻ്റെ ഒരു പൊതു സ്വഭാവമുണ്ട്. വിശ്വാസത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ എല്ലാ മേഖലകളിലും സാധ്യതകളെ കാണും. അതിന് ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് ഞാൻ പറയാറുള്ളതാണ് സീറോഫേനിക്കയിലെ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവളുടെ മുൻപിൽ അസാധ്യമായ കാര്യങ്ങളാണ് അവിടെ നടന്നത്. അവൾ വിശ്വസിച്ച കാര്യം നടക്കത്തില്ല എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും തെളിവ് സഹിതം നിരത്തിക്കൊണ്ട് പറയേണ്ടവർ അത് കൃത്യമായി അവളെ ബോധ്യപ്പെടുത്തി ഇത് സാധിക്കത്തില്ല എന്നും. പക്ഷേ അവളൊരു വിശ്വാസിയായിരുന്നത് കൊണ്ട് ആ അസാധ്യതകളുടെ എല്ലാം ഇടയിലൂടെ അവളൊരു സാധ്യതയെ കണ്ടു. എന്നാൽ ഭയമുള്ളവരങ്ങനല്ല. എല്ലാ സാധ്യതയുടെ ഇടയ്ക്കിലും അവരൊരു പ്രശ്നത്തെ കാണും. 100% നടക്കുന്ന കാര്യമാണെങ്കിലും അവർ പറയും നടക്കാൻ സാധ്യതയില്ലെന്ന് പറയും. ഇതാണ് ഭയമുള്ളവരുടെ ലക്ഷണമാണ്. അപ്പോൾ വിശ്വാസമുള്ളവർ ഏത് പ്രതിസന്ധികളുടെ നടുവിലും, ഏത് അവഗണനയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും അവർ സാധ്യതയെ കാണും. അവർ ആ സാധ്യതയെപ്പറ്റി സംസാരിക്കും, ആ സാധ്യതയെ അവർ ചൂണ്ടിക്കാണിക്കും, ആ സാധ്യതയിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കും. അപ്പോൾ വിശ്വാസമുള്ളവർക്ക് സാധ്യതകളാണ് കാണാൻ കഴിയുക. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യത്തിൻ്റെ സാധ്യതകളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ വിശ്വാസിയാണെന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ ഭയത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സാധ്യതകളെ കാണാൻ കഴിയത്തില്ല. നിങ്ങൾ പറയും എല്ലാം വഴികളും അടഞ്ഞു, ഇനി ഒരു വഴിയില്ല, ഇനി ഒരു രക്ഷയില്ല, ഇനി ഒന്നും നടക്കത്തില്ല, ഇനി ഒന്നും സാധ്യമല്ല എന്ന് പറയും. എന്നാൽ ഭയമുള്ളവർ സാധ്യതകൾ കാണും, ഭയമുള്ളവർ പ്രതീക്ഷകൾ കാണും, ഭയമുള്ളവർ വിശ്വാസമുള്ളവർ പ്രത്യാശകൾ കാണും. എന്നാൽ ഭയമുള്ളവർക്ക് ഇതൊന്നും കാണത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് ഭയത്തിലാണോ ജീവിക്കുന്നത് വിലയിരുത്തുകയും നമ്മൾ ഭയത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഭയത്തിൽ ജീവിക്കുന്ന ഒരാൾ പരാജയത്തിലും തകർച്ചയിലും ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും ചെന്ന് അവസാനിക്കുമ്പോൾ വിശ്വസിക്കുന്നവർ വിജയത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും അനുഗ്രഹത്തിലുമായിരിക്കും ചെന്ന് അവസാനിക്കുന്നത്. അല്ലെങ്കിൽ അവിടെയായിരിക്കും അവർ ജീവിക്കുന്നത്. ജീവിതത്തിൻ്റെ സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ്. ഭൂരിപക്ഷം ജനങ്ങളും ഭയത്തിനടിമകളായിട്ടാണ് ജീവിക്കുന്നത്. കാരണം നമ്മുടെ വാർത്താമാധ്യമങ്ങളും നമ്മുടെ ദൈനംദിന ചർച്ചകളും എല്ലാം എപ്പോഴും നമ്മൾ ഭയത്തെക്കുറിച്ചും അസാധ്യതകളെക്കുറിച്ചും വിനാശകരമായിരിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും വലക്കയറ്റത്തെക്കുറിച്ചും അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം മനുഷ്യ മനസ്സിനെ വലിയ ഭയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, വിശ്വാസത്തോടെ ജീവിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാനായിട്ട് കഴിയും. വിശ്വാസത്തോടെ ജീവിക്കുന്നെങ്കിൽ ദൈവിക വഴികൾ കാണുവാനായിട്ട് കഴിയും. സാധ്യതകളെ കാണുവാൻ മനസ്സ് തയ്യാറാകും. എന്ന് നിങ്ങൾ തീരുമാനിക്കും, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഞാൻ ഭയത്തിലാണോ ജീവിക്കുന്നത്? ഞാൻ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത്? ഞാനൊരു വിശ്വാസിയാണോ? ഞാനൊരു ഭയവാസിയാണോ? ഞാൻ ഭയപ്പെടുന്നയാളാണോ? നിങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ തീരുമാനം എടുക്കണം. ഞാൻ ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. ഞാൻ ഭയപ്പെടേണ്ട കാര്യമില്ല, എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. വിശ്വാസം ഞാൻ വളർത്തും, അത് ഭയത്തെ കീഴടക്കും. വിശ്വാസത്തിൽ ഞാൻ വളരും, വിശ്വാസത്തിൽ ഞാൻ ഉറയ്ക്കും, വിശ്വാസത്തിൽ ഞാൻ ബലപ്പെടും, വിശ്വാസത്തിൽ ഞാൻ മുന്നേറും. അതെൻ്റെ എല്ലാ ഭയങ്ങളെയും തൂത്തെറിയും, അതെൻ്റെ എല്ലാ ഭയങ്ങളെയും വേരോടെ പിഴുതെറിഞ്ഞ് കളയും. അതുകൊണ്ട് ഇന്ന് ഒരു തീരുമാനമെടുക്കണം. ഭയത്തിലല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ വിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. രാവിലെ ഉണർന്നെഴുന്നേക്കും പറയണം, ഞാനിന്ന് വിശ്വാസത്തിൽ ജീവിക്കും. കിടക്കുമ്പോൾ പറയണം, ഞാൻ വിശ്വാസത്തിൽ ജീവിച്ചു, ഇന്ന് രാത്രിയിൽ ഞാൻ വിശ്വാസത്തിൽ ഉറങ്ങും. വിശ്വാസത്തിൽ ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി ജീവിക്കും. എൻ്റെ മുൻപിലൊരു അനുഗ്രഹമുണ്ട്, എൻ്റെ മുൻപിലൊരു വലിയ ഭാവിയുണ്ട്, എൻ്റെ മുൻപിലൊരു സമൃദ്ധിയുണ്ട്, എൻ്റെ മുമ്പിലൊരു അനുഗ്രഹമുണ്ട് എന്ന് ദിനംതോറും പറയുന്നെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ഫീഡ് ചെയ്യുന്നതാണ്, അത് നമ്മുടെ വിശ്വാസത്തെ പണിയുന്നതാണ്, അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എന്തെല്ലാം കാണിച്ചാലും എന്തെല്ലാം ചെയ്താലും വിശ്വാസമില്ലെങ്കിൽ നമുക്കൊരു തീരുമാനമാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഞാൻ എപ്പോഴും പറയാറുണ്ട്, യേശു പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശ്വാസമായിരുന്നു. വിശ്വാസത്തിൽ ചെയ്യുന്നതും വിശ്വാസത്തിൽ നടക്കുന്നതും വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നതും എല്ലാം കർത്താവ് കാണിച്ചു തന്നതുമാണ്. വിശ്വാസത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് യേശു കാണിച്ചു തന്നു. കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരോടെല്ലാം കർത്താവ് ചോദിക്കുന്നത് വിശ്വാസമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്.
അവരുടെ വിശ്വാസത്തെ കർത്താവ് ഉപയോഗിച്ചു. ഇനി വിശ്വാസമില്ലാതെ കിടക്കുന്നവർക്ക് കർത്താവിൻ്റെ വിശ്വാസം ഉപയോഗിച്ച് അവരെ കർത്താവ് വലിയ അത്ഭുതത്തിലേക്ക് അവരെ നടത്തി. ഏതൊരു കാര്യമായാലും ഞാൻ പറയാം, വിശ്വാസം അടിസ്ഥാനമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കേണ്ട വിഷയം എന്താ? എനിക്ക് എൻ്റെ വിശ്വാസത്തെ ഒന്ന് പണിയണം, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണം, എൻ്റെ വിശ്വാസത്തെ ഒന്ന് സ്ട്രോങ് ആക്കണം, എൻ്റെ വിശ്വാസത്തെ ഒന്ന് സ്ഥിരപ്പെടുത്തണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ലൊരു വിശ്വാസിയായി ജീവിക്കാൻ, വിശ്വാസത്തിൽ ജീവിച്ച് വലിയ നേട്ടങ്ങൾ നേടുവാൻ, വലിയ നന്മകൾ നേടുവാൻ, വലിയ വിജയങ്ങളെ നേടുവാൻ, വലിയ സമൃദ്ധിയെ നേടുവാൻ ഞാൻ തയ്യാറാവുകയാണ്. ആ ഒരു സമർപ്പണത്തോടെ, ആ ഒരു തീരുമാനത്തോടെ, ആ ഒരു പ്രതീക്ഷയോടെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അപ്പോൾ ഞാൻ പറയാം, വിശ്വാസം സാധ്യതകളെ കാണും. നിങ്ങൾ സാധ്യതകളെയാണോ കാണുന്നത്? നിങ്ങൾ വിശ്വാസിയാണ്? അതോ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതമാകട്ടെ, നിങ്ങളുടെ ലക്ഷ്യമാകട്ടെ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് ഓർക്കുകയോ ചെയ്യുമ്പോൾ, എൻ്റെ ദൈവമേ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെയായി തീരും, എങ്ങനെ ഇതെല്ലാം എവിടെ ചെന്ന് അവസാനിക്കും ഇതെല്ലാം എന്ന ഒരു ചിന്തയാണോ മനസ്സിലേക്ക് വരുന്നത്? അതിൻ്റെ അർത്ഥം നിങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നതെന്നാണ്. നിങ്ങൾ ഭയത്തിലാണ് ജീവിക്കുന്നത്. ആ ഭയം നിങ്ങളെ വലിയ വിപത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഭയപ്പെട്ടത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ഭയം നമ്മൾ മാറ്റിക്കളയണം, ഭയം ദൂരെ എറിഞ്ഞ് കളയണം. ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. ഓരോ ദിവസവും ഭയമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഭയമുണ്ടെങ്കിൽ ഭയത്തെ നമ്മൾ വേരോടെ പിഴുതെറിഞ്ഞ് കളയണം. അതിനെ മൂടി വയ്ക്കുവാനിടയാകരുത്, അതിനെ പൊതിഞ്ഞ് സൂക്ഷിക്കരുത്. അത് നമ്മൾ വലിയ വിപത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഭയരഹിതമായൊരു ജീവിതം ജീവിപ്പാൻ നമ്മളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. തിരുവചനം അതിന് നമ്മളെ സഹായിക്കട്ടെ. ജീവിക്കുന്നത് ഞാൻ ഭയരഹിതനായിട്ടായിരിക്കും. ഞാൻ വിശ്വാസത്താൽ ജീവിക്കും, ഞാൻ വിശ്വാസത്താൽ വളരും, ഞാൻ വിശ്വാസത്തിൽ മുന്നേറും, ഞാൻ വിശ്വാസത്തിൽ നിൽക്കും, ഞാൻ ചെയ്യുന്ന വിശ്വാസത്തിൽ ചെയ്യും. എൻ്റെ കർത്താവ് എനിക്ക് വിശ്വാസം തന്നിട്ടുണ്ട് എന്ന് ദിനംപ്രതി ഏറ്റു പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും നമുക്ക് ആരംഭിക്കാം. ഓരോ ദിവസവും നമുക്ക് വിശ്വാസത്തിൻ്റെ വലിയ ചുവടുകളിലേക്ക് പോകാൻ നമുക്ക് തീരുമാനിക്കാം, അത് ആഗ്രഹിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ദൈവത്തോട് നന്ദി പറയാം. അങ്ങനെ ഒരു വലിയ വിശ്വാസം നമ്മൾ കെട്ടിപ്പടുത്തുക. വലിയ വിശ്വാസമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എമൗണ്ട് ഓഫ് ഫെയ്ത്ത് അല്ല, വ്യത്യസ്തമായ ഒരു വിശ്വാസം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട്, നിങ്ങളുടെ വ്യക്തിപരമായി നിങ്ങൾ വിശ്വസിക്കുന്ന ആ കാര്യം കർത്താവിൽ അർപ്പിച്ചുകൊണ്ട്, ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. വലിയ വിജയങ്ങൾ നമ്മളെ തേടി വരുന്നുണ്ട്. വലിയ വിജയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ വിജയങ്ങൾ നമ്മുടെ ഒപ്പമുണ്ട്. സമൃദ്ധിയും അനുഗ്രഹവും എല്ലാം നമ്മുടെ ഒപ്പമുണ്ട്. വിശ്വാസിയായി ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.